ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ സൂ ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് സൂവിലേക്ക് പോവാം. ആ കാണുന്നതാണ് സൂ. സൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ആ കവാടത്തിന് ഫ്രണ്ടിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം, നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വണ്ടി കടയിൽ നിന്നും നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചു. നാരങ്ങ വെള്ളവും പിന്നെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെള്ളങ്ങളെല്ലാം മേടിച്ച് കുടിച്ചു. കാരണം നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ അവിടെ വരുന്നത്. ഉച്ച കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടെ എത്തിയത്. അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടാകും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച്. നമ്മൾ മാത്രമല്ല അവിടെ വന്നിരിക്കുന്നത്, പല ചെറിയ കുടുംബക്കാരും, അതായത് കുട്ടികളുമായിട്ട് അച്ഛനമ്മ, അതുപോലെ പല ആൾക്കാരും അവിടെ വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോഴേ തന്നെ ഒരുപാട് പേര് അവിടെ വരുന്നത് നമുക്ക് കാണാം. വരുന്നവരുണ്ട്, വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്. തായി കാണുന്നതാണ് അവിടെ ഒരു കൊട്ടാരം. അവിടുത്തെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നല്ല അടിപൊളി ഒരു കൊട്ടാരം, അവിടെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ കാണുന്ന സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. അതായത് വിശ്രമ കേന്ദ്രം, നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ. അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് ഒരു 200 മീറ്ററോളം നമുക്ക് നടന്ന് പോയാൽ മാത്രമേ നമ്മളവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് മൃഗശാലയ്ക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങനെ നടന്നു പോവുകയാണ്. അതാ കാണുന്ന ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളങ്ങനെ നടക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു റേഡിയോ പ്രക്ഷേപണം, അതായത് അവിടെ റേഡിയോയുടെ സൗണ്ട് കേൾക്കാം. അടിപൊളി റേഡിയോ, ഒരു വല്ലാത്ത ഒരു സൈസ് ഒരു മൂഡാണ്, നല്ല രസമാണ്. ഞാൻ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നുകൊണ്ട് നമുക്ക് ക്ലോക്ക് റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. ആ റൂമിൽ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബാഗ്, നമുക്കുള്ള മൊബൈൽ വയ്ക്കേണ്ട ബാഗാണ് പ്രധാനമായിട്ട്. ഹെവി ആയിട്ടുള്ള വെയിറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. വെച്ചതിന് ശേഷം അതിനൊരു ചെറിയൊരു ഫീസ് അവർ മേടിക്കും, എന്താ പോട്ട്. എന്നാലും അത് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് നടന്ന് പോവാം. അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. എല്ലാവരും വരണം, നല്ല അടിപൊളി ഏരിയയാണ്. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിൽ പ്രവേശിച്ചു. അതാണ് ആ കാണുന്നത്. അവിടുത്തെ അതിനകത്തുള്ള മാപ്പാണ്, അതായത് മൃഗശാലയ്ക്കുള്ള മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഗേറ്റിനുള്ളിൽ പ്രവേശിച്ചു. അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ അവിടെ നിൽക്കുകയാണ്. ആൾക്കാർ അതിനുള്ളിലേക്ക് കയറി നമ്മൾ പോവുകയാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ കയറി നമുക്ക് ആവശ്യമുള്ള നടന്നു പോകുമ്പോൾ കഴിക്കാനുള്ള വെള്ളമോ, അതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലൊന്നും ഒന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം ഈ തകിട് ബോട്ടിലുകൾ, അതുപോലെ തന്നെ പേപ്പർ പോലുള്ള സാധനങ്ങളിലാണ് എല്ലാം വയ്ക്കുന്നത്. കാരണം അതിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അതിനകത്ത് കയറി അവിടേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ്. അടിപൊളി. അത് ആ കാണുന്നത് അവിടെ ഒരു പോത്ത് കൂട്ടങ്ങളാണ് കാണുന്നത്, പോത്തുകൾ. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ മൃഗങ്ങൾ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അതോടൊപ്പം കമൻസ് കൂടി ഒന്ന് അയച്ചോളണം.
മാത്രമല്ല ഈ വീഡിയോ ഒരു ലെങ്ത് വീഡിയോ ആണ്. കാരണം നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റത്തില്ല, അതിനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ കൂടെ തന്നെ അയക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.